തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ഏറ്റവും ദുർബലനാക്കപ്പെട്ട അവസ്ഥയിലൂടെയാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ കടന്നുപോകുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തൻ്റെ നേതൃത്വത്തിന് കീഴിലുണ്ടായിട്ടുള്ള ദയനീയ പരാജയവും അതിൻ്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തനിക്കെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളും മാത്രമല്ല പിണറായി വിജയൻ എന്ന നേതാവിനെ ദുർബലനാക്കുന്നത്. നേരെ മറിച്ച് തൻ്റെ മകൾ വീണ വിജയൻ പ്രതിയായിട്ടുള്ള മാസപ്പടി കേസിൽ, കോടികളുടെ മാസപ്പടി അഴിമതി കേസിൽ അന്വേഷണം കേന്ദ്ര ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒന്ന് ശക്തിപ്പെടുത്തിയാൽ മകൾക്കൊപ്പം താനും ജയിലിലേക്ക് പോകേണ്ടി വരും എന്ന ഒരു ആശങ്കയിലും ഗതികേടിലുമാണ് പിണറായി ഇപ്പോൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. ഇത്തരമൊരു ദുർഗതി തനിക്കുണ്ടായാൽ തന്നെ പ്രതിരോധിക്കുവാനോ തൻ്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധിക്കുവാനോ പാർട്ടിക്കാർ പോലും ആത്മാർത്ഥമായി തെരുവിലിറങ്ങുകയില്ല എന്നും പിണറായി വിജയൻ തിരിച്ചറിയുന്നുണ്ടാവാം. കാരണം നമ്മൾ ഓർക്കണം, പിണറായി വിജയൻ്റെ വസതിയിൽ റെയ്ഡ് നടത്തി മടങ്ങിയ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 28 CPM പ്രവർത്തകരാണ് 60 ദിവസത്തിലധികം ജയിലിൽ കഴിഞ്ഞത്. എന്നാൽ ഇവർ ജയിലിൽ കഴിഞ്ഞ ഈ വേളയിൽ ഒരിക്കൽ പോലും അവരെ ജയിലിലെത്തി സന്ദർശിക്കുവാനോ അവരുടെ കുടുംബാംഗങ്ങളെ അവരുടെ ഭവനങ്ങളിലെത്തി സന്ദർശിക്കുവാനോ പിണറായി വിജയൻ കൂട്ടാക്കിയിരുന്നില്ല. ഇതിൻ്റെ പേരിൽ പിണറായി വിജയനോട് ജയിലിൽ കിടന്ന പ്രവർത്തകർക്ക് മാത്രമല്ല പാർട്ടിയുടെ സർവ്വസാധാരണക്കാരായിട്ടുള്ള അണികൾക്ക് പോലും ശക്തമായ വിയോജിപ്പും എതിർപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ വിജയൻ എന്ന അഴിമതിക്കാരിയെ പ്രതിരോധിക്കുവാനായി തങ്ങളെ ഇനിയും തെരുവിലേക്ക് ഇറക്കിവിടരുതെന്ന് പാർട്ടിയുടെ പല കീഴ്ഘടകങ്ങളും ഇതിനോടകം തന്നെ പരസ്യമായി നിലപാട് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ ഏറ്റവും ദുർബലനാക്കപ്പെട്ട് മുൻപോട്ട് പോകുമ്പോഴും പിണറായി വിജയൻ തൻ്റെ രാഷ്ട്രീയ അത്യാഗ്രഹങ്ങൾ കൈവിട്ടിട്ടില്ല എന്നും ഒരു 8 വയസ്സുകാരനായിട്ടുള്ള കുട്ടിയുടെ സമൂഹ മാധ്യമങ്ങളിലെ സ്വീകാര്യത മുതലെടുത്തുകൊണ്ട് ഒരു തിരിച്ചുവരവിന് കളമൊരുക്കുവാൻ പിണറായി ഒരു PR സ്റ്റണ്ട് നടത്തുന്ന ഗതികേടിലേക്ക് അധപതിച്ചു എന്നും വിശദീകരിക്കുന്നതിനായിട്ടാണ് ഈ വീഡിയോ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരള സ്പീക്സിൻ്റെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി വിഷയത്തിലേക്ക് വരുമ്പോൾ, മുഹമ്മദ് സിനാൻ എന്ന 8 വയസ്സുള്ള തിരൂർ സ്വദേശിയായിട്ടുള്ള ഒരു കുട്ടിയുടെ സമൂഹ മാധ്യമങ്ങളിലെ സ്വീകാര്യത മുതലെടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടിനുള്ള കരുനീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. ഇനി ആരാണ് ഈ മുഹമ്മദ് സിനാൻ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് സിനാൻ ഒരു പാർട്ടി അനുഭാവി, പാർട്ടിയുടെ ബാലസംഘം പ്രവർത്തകനായിട്ടുള്ള ഒരു കുട്ടിയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം കുട്ടി സഖാവ് എന്ന പേരിൽ അവനൊരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ടായിരുന്നു. ഈ പേജിലൂടെ ഈ കുട്ടി പങ്കിട്ട ഒരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. 2 മില്യണിലധികം, അതായത് 20 ലക്ഷത്തിലധികം കാഴ്ചക്കാരെയാണ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചത്. ബാലസംഘത്തിലെ തൻ്റെ സഹപ്രവർത്തകർക്കൊപ്പം തങ്ങൾ ഉണ്ടാക്കിയെടുത്ത പാർട്ടി ഓഫീസ് പരിചയപ്പെടുത്തുന്ന വീഡിയോയായിരുന്നു ഇത്. ഒരു റെഡ് സല്യൂട്ട് നൽകിക്കൊണ്ടാണ് ഈ കുട്ടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും ഈ വീഡിയോ വൈറലായതിന് പിന്നാലെ പിണറായി ഉൾപ്പെടെയുള്ളവർ ഈ വീഡിയോയ്ക്ക് അനുകൂല കമൻറ്റുകളുമായി രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കാതെ മെറ്റ ഈ കുട്ടി സഖാവ് എന്ന പേജ് ഇതിനോടകം ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യവും സംജാതമായി. ഇതിനു പിന്നിൽ UDF സർക്കാരിൻ്റെ സെൻസർഷിപ്പ് നീക്കങ്ങളാണ് എന്ന ആരോപണമാണ് CPM ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു പ്രചരണത്തിന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ അല്പം സ്വീകാര്യത ലഭിക്കുകയും ഉണ്ടായി. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ടാണ് മുഹമ്മദ് സിനാനെ കരുവാക്കിക്കൊണ്ട് മുഹമ്മദ് സിനാനെ മുന്നിൽ നിർത്തി തൻ്റെ പ്രതിച്ഛായയ്ക്ക് ഒരു ബൂസ്റ്റ് വരുത്തുന്നതിനായി പിണറായി വിജയൻ ഇപ്പോൾ ഒരു PR സ്റ്റണ്ടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്ത് PR സ്റ്റണ്ടാണ് പിണറായി നടത്തുന്നത് എന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്. ഈ കുട്ടികളെ, അതായത് മുഹമ്മദ് സിനാനെയും ആ വൈറലായ വീഡിയോയിൽ അവനൊപ്പം പ്രത്യക്ഷപ്പെട്ട കുട്ടികളെയും പിണറായി വിജയൻ വീഡിയോ കോൾ വിളിക്കുകയാണ്. തൻ്റെ പതിവ് ഗൗരവഭാവമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ചിരിച്ച് പ്രസാദിച്ച് കുട്ടികളോട് അടുത്തിടപെടുന്ന പിണറായിയാണ് ഈ വീഡിയോകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വീഡിയോ കോൾ വിളിക്കുന്ന ദൃശ്യങ്ങൾ പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ കൃത്യമായി മാധ്യമ പ്രവർത്തകർക്ക് നൽകുകയും അത് വലിയ രീതിയിൽ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സൈബർ ഇടങ്ങളിലും CPM അനുകൂല സൈബർ പ്രൊഫൈലുകളും പേജുകളും ഈ വീഡിയോ വ്യാപകമായി പങ്കുവെക്കുന്നുണ്ട്. ഇവിടെ പിണറായി വിജയൻ എന്ന നേതാവിന് സ്വീകാര്യതയില്ലാത്തതിനാൽ ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി നിലപാടെടുത്തതിൻ്റെ പേരിൽ, പാർട്ടിയുടെ വീഡിയോ പങ്കുവച്ചതിൻ്റെ പേരിൽ അക്കൗണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ള 8 വയസ്സുകാരനെ മുന്നിൽ നിർത്തി ഈ രാഷ്ട്രീയ നാടകം ആടേണ്ടി വരുന്ന പിണറായി വിജയൻ എത്രമാത്രം ദുർബലനാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ രാഷ്ട്രീയ ഗിമിക്കുകളൊന്നും പിണറായിയെ രക്ഷിക്കുകയില്ല എന്ന വസ്തുത CPMലെ തന്നെ ഒട്ടുമിക്ക നേതാക്കൾക്കും അറിവുള്ളതാണ്.
നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായിട്ടുള്ള ദയനീയ പരാജയത്തിൻ്റെ കാരണക്കാരൻ പിണറായി വിജയനാണെന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തന്നെ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും ഏകാധിപത്യവും നിറഞ്ഞ ശൈലിയും അതുപോലെ തന്നെ പിണറായിക്കെതിരെ ആരോപിക്കപ്പെടുന്ന അഴിമതികളും പാർട്ടിയെയും സർക്കാരിനെയും ജനങ്ങളിൽ നിന്ന് അകറ്റിയെന്നും അതാണ് ജനങ്ങൾ പിണറായിയെ വെറുത്തതുമൂലം പാർട്ടിയെ വെറുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതെന്നുമാണ് CPM കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ഇത് അപ്പാടെ അക്ഷരാർത്ഥത്തിൽ തങ്ങളുടെ റിപ്പോർട്ടിൽ കേന്ദ്ര കമ്മിറ്റി ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടിയും വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ഈ ആശയം തന്നെയാണ് സർവ്വസാധാരണക്കാരായിട്ടുള്ള അരിയാഹാരം കഴിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഇതൊന്നും തനിക്ക് മനസ്സിലായിട്ടില്ല എന്ന മട്ടിലാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. ഇവിടെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പിണറായി വിജയൻ ഇത്തരത്തിൽ മുൻപോട്ട് പോകുന്നത് 80-ാം വയസ്സ് പിന്നിട്ട ഘട്ടത്തിലാണ് എന്നതുകൂടി ഓർക്കേണ്ടതാണ്. അദ്ദേഹം തന്നെ പാർട്ടിയിൽ സർവശക്തനായിരുന്ന കാലത്താണ് VS അച്യുതാനന്ദനെയും മറ്റു മുതിർന്ന നേതാക്കളെയും വെട്ടിനിരത്തുവാൻ വേണ്ടി 75 വയസ്സ് എന്ന ഒരു പ്രായപരിധി അദ്ദേഹം CPMനുള്ളിൽ കൊണ്ടുവന്നത്. ഇതിൻ്റെ പേരിലാണ് G. സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അകാരണമായി മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളത്. എന്നാൽ തൻ്റെ കാര്യത്തിൽ ഇക്കാര്യങ്ങളും പ്രായപരിധി മാനദണ്ഡങ്ങളും ഒന്നും ബാധകമല്ല എന്ന നിലപാടാണ് പിണറായിക്കുള്ളത്. തനിക്ക് ഒത്താശ പാടുവാൻ വേണ്ടി അതിനാൽ തന്നെ അദ്ദേഹം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള, ജനങ്ങൾക്ക് മുമ്പിൽ ഒരു വിഡ്ഢിക്കോമരമായിട്ടുള്ള MV ഗോവിന്ദനെയും ആ പദവിയിൽ നിലനിർത്തുന്നുണ്ട്. ഗോവിന്ദൻ്റെ ഭാര്യയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിക്ക് സംസ്ഥാനത്തുടനീളം തിരിച്ചടിയായി എന്ന് കേന്ദ്ര കമ്മിറ്റി അടക്കം കണ്ടെത്തൽ നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ തനിക്ക് കൂട്ടുകാരനായി ചക്കിക്കൊത്ത ചങ്കരൻ എന്ന നിലയിൽ പിണറായി ഗോവിന്ദനെയും ചേർത്ത് പിടിച്ച് പാർട്ടി നേതൃത്വം കൈയാളിക്കൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ഏതൊക്കെയാണെങ്കിലും ഈ ഒരു ഗതികേടിൽ പിണറായി വിജയൻ എത്തി നിൽക്കുമ്പോഴും അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ദുരാഗ്രഹം വെടിയുവാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഒരുപക്ഷെ അദ്ദേഹം സ്വപ്നം കാണുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ താൻ 90കളിലേക്ക് അടുക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് തിരിച്ചുവരവുണ്ടാകുമെന്നും അപ്പോൾ തനിക്ക് മുഖ്യമന്ത്രിയാകാം എന്നുമൊക്കെ ആയിരിക്കും. ഏതൊക്കെയാണെങ്കിലും തനിക്ക് ശേഷമുള്ള പിൻഗാമിയെയും പിണറായി ഇതിനോടകം തന്നെ പാർട്ടിയിൽ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. മകൾ വീണ വിജയൻ്റെ, അതായത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസിൽ പ്രതിയായിട്ടുള്ള തൻ്റെ മകൾ വീണ വിജയൻ്റെ രണ്ടാം ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസിനെയാണ് പിണറായി വിജയൻ തൻ്റെ പിൻഗാമിയായി പിണറായി വിജയൻ CPMനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതായത് MV ഗോവിന്ദൻ ഒരുപക്ഷെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിന്നും മാറുമ്പോൾ പിണറായി വിജയനും പടിയിറങ്ങുവാൻ നിർബന്ധിതനാകുന്ന ഒരു സാഹചര്യത്തിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ഇതൊന്നും പാർട്ടിയുടെ പ്രവർത്തകർ അംഗീകരിച്ചു കൊടുക്കുവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന അവരുടെ പ്രതികരണങ്ങളും നിലപാടുകളും സൂചിപ്പിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും പിണറായിയുടെ പിടി നിലനിർത്തുവാൻ അദ്ദേഹത്തെ സഹായിക്കുന്നത് വലിയ സാമ്പത്തിക ശക്തികളുടെ പിന്തുണയാണ് എന്നും ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. VS അച്യുതാനന്ദനെ പോലുള്ള നേതാവ് കളങ്കിതനെന്ന് പരസ്യമായി വിമർശിച്ചിട്ടുള്ള ഫാരിസ് അബൂബക്കറിനെ പോലുള്ളവരാണ് പിണറായി വിജയന് വേണ്ടി ഒത്താശ ചെയ്തുകൊണ്ടും ഫണ്ട് അറേഞ്ച് ചെയ്തുകൊണ്ടും ഇപ്പോഴും അദ്ദേഹത്തിനൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇത്തരക്കാരുടെ വിഡ്ഢി ഉപദേശങ്ങൾ കേട്ടിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് താനല്ലാതെ മറ്റാരെ എന്ന മറ്റുള്ള പോസ്റ്ററുകളും ഹോർഡിങ്ങുകളും ഉയർത്തി കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ പിണറായി വിജയൻ വെല്ലുവിളിച്ചത്. ഇപ്പോഴും അദ്ദേഹം ഈ 8 വയസ്സുകാരനെ മുന്നിൽ നിർത്തി കളിക്കുന്ന ഈ പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്ന് പറയുന്നത് സമാനമായിട്ടുള്ള തിരിച്ചടികൾ തന്നെ പാർട്ടിക്ക് ഉണ്ടാക്കുമെന്നുള്ള വിലയിരുത്തൽ പാർട്ടിയിലെ വലിയൊരു വിഭാഗം സീനിയർ നേതൃത്വത്തിനും ജൂനിയർ നേതൃത്വത്തിനും ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ്. എന്നാൽ പിണറായി വിജയൻ എന്ന നേതാവ് നഗ്നനാണ് എന്ന് തുറന്നു പറയുവാൻ ആർജവമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും കേരളത്തിൽ ഇതുവരെയും പിറവിയെടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഈ ഒരു ചിന്തകൾ നിങ്ങൾക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.